ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ച് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളും ഇറാന്റെ തിരിച്ചടിയും പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാക്കി. തുടർച്ചയായ രണ്ടാം ദിവസം ഇറാനെ US ആക്രമിച്ചതോടെ ബഹ്റൈനിലെയും കുവൈത്തിലെയും US സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ പ്രത്യാക്രമണം നടത്തി. ഇന്ന് പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കപ്പൽ ഗതാഗതം സ്തംഭിപ്പിച്ചു. ഒമാൻ തീരത്തെ UN രക്ഷാപാത താൽക്കാലികമായി അടച്ചു. US-ഉം ഇസ്രായേലും കൊലപ്പെടുത്തിയ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ജൂലൈ 4 മുതൽ നടത്താൻ ഇറാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും പ്രകോപനം. ഹോർമൂസിൽ സിംഗപ്പൂർ ചരക്ക് കപ്പലിനു നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. പിന്നാലെ ആക്രമണം തുടങ്ങിയ US ഇറാനിലെ ഖുർസം ദ്വീപ്, സിരിക് ബന്ദർ, ഇലൈഗ എന്നിവിടങ്ങളിൽ തുടർച്ചയായ രണ്ടാം ദിവസം ബോംബിംഗ് നടത്തി. പിന്നാലെ ബഹ്റൈനിലെയും കുവൈത്തിലെയും US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ ശക്തമായ അമേരിക്കൻ ബേസുകൾ തകർന്ന് തരിപ്പണമായി. അമേരിക്ക കരാറുകൾ ലംഘിക്കുന്ന വിശ്വസിക്കാൻ കൊള്ളാത്ത ശത്രുവാണെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വക്താവ് ഹുസൈൻ മൊഹബി പറഞ്ഞു. കൂടുതൽ നൽകുമെന്ന് അതിശക്തമായ മറുപടി നൽകുമെന്നും സമാധാന ചർച്ചകൾ പൂർണ്ണമായി സ്തംഭിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലെബനണിലെ ആക്രമണങ്ങൾ നിർത്താൻ US ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. US താവളങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുന്ന അയൽരാജ്യങ്ങൾക്കെതിരെയും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ശക്തമായ തിരിച്ചടിയാണ് അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്.